സ്നേഹമുള്ള അച്ഛന്മാരെയും കർത്താവിൽ വാത്സല്യമുള്ള വിശ്വാസ സമൂഹമേ, ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. എക്യുമെനിക്കൽ പാഷൻ റിസൈറ്റൽ ഈ രീതിയിൽ ക്രമീകരിപ്പാനിടയായതിൽ അതിയായ സന്തോഷമുണ്ട്. മാർത്തോമാ യുവജന സഖ്യം തിരുവനന്തപുരം സെൻറ്ററും DSMC കൊയറും ചേർന്ന് സംയുക്തമായിട്ടാണല്ലോ ഈ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. രണ്ട് വ്യത്യസ്ത പ്രോഗ്രാംസ് നേരത്തെ പ്ലാൻ ചെയ്തു എങ്കിൽ തന്നെയും ഒരുമിച്ച് ഈ രീതിയിൽ ഒരു ക്രമീകരണമായിരിക്കും നല്ലത് എന്ന് പറയുകയും അതനുസരിച്ച് ഇന്ന് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ഇങ്ങനൊരു അവസരം നമുക്കൊരുക്കി. പ്രത്യേകിച്ച് പാറ്റൂർ സെൻറ് തോമസ് മാർത്തോമാ ദേവാലയം ഇതിനു വേണ്ടി വേദിയായി തീർന്നു. കഴിഞ്ഞ വർഷവും ഇവിടെ തന്നെ ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വർഷവും ആ രീതിയിൽ ഇവിടെ കൂടി വരുവാനായിട്ട് നമുക്കിടയായി തീരുന്നു. എക്യുമെനിക്കൽ സ്പിരിറ്റ് കാത്തു സൂക്ഷിക്കുന്നതായ ഒരു വേദിയാണിത്. പ്രത്യേകിച്ച് ഒരു ആത്മീയ കൂട്ടായ്മ എന്ന രീതിയിൽ നമ്മളിതിനെ കാണുന്നുണ്ട്. ആരാധനയുടെ അന്തരീക്ഷം, ദൈവത്തിന് നന്ദി കരയേറ്റുന്ന സ്തുതി കരയേറ്റുന്ന ഒരു സന്ദർഭമായിട്ട് ഇത് നാം മനസ്സിലാക്കുന്നു. പല സഭകൾ ഒരുമിച്ച് ചേർന്ന് വന്ന് യേശുക്രിസ്തു എനിക്കാര് എന്ന് വ്യക്തമായിട്ട് ഓർക്കുവാനും കർത്താവിൻ്റെ പ്രഘോഷകരായിട്ട് നാം ഒരുമിച്ച് ആയിരിക്കുന്നു എന്ന് സാക്ഷിപ്പാനും ഉള്ളതായ ഒരു സന്ദർഭമായിട്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങളെ നമ്മൾ കാണുന്നത്. ഇന്ന് 3 സഭകളുടെ ഗായക സംഘങ്ങൾ ഇവിടെ പാടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ, അവിടുത്തെ കൊയർ ഇന്ന് മനോഹരമായിട്ടുള്ള പാട്ടൊക്കെ ഇവിടെ ആലപിച്ചു. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അഭിവന്ദ്യ തോമസ് നെറ്റോ പിതാവ് നമ്മുടെ മെയ് മാസം 9-ാം തീയതി ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ഭാഗ്യസ്മരണീയനായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രലും നെറ്റോ പിതാവുമായിട്ടുള്ളതായ വലിയൊരു ബന്ധം നമുക്കുണ്ട്. ആ രീതിയിൽ സഭകൾ തമ്മിലുള്ളതായ ബന്ധങ്ങൾ കാസൂക്ഷിപ്പാൻ നമുക്കിടയാകുന്നുണ്ട്. ക്രൈസ്റ്റ് ചർച്ച് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു ഇടവകയാണ്. CSI സഭയുമായിട്ടുള്ള മാർത്തോമാ സഭയുടെ ആ ഒരു ബന്ധം കാത്ത് സൂക്ഷിപ്പാനായിട്ട് നമുക്കിടയായി തീരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നതായ ഈ ഒരു വലിയ സന്ദർഭം, ദൈവം കനിഞ്ഞ് ഇറങ്ങി നമ്മുടെ മധ്യത്തിൽ വന്ന് തന്നെ ക്രൂശിൽ അർപ്പിച്ച് നമ്മെ വീണ്ടെടുത്തതായ ആ ദൈവസ്നേഹത്തെ വീണ്ടും ഓർക്കുന്നതായ ഒരു സന്ദർഭമാണ്. പാഷൻ റിസൈറ്റൽ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈസ്റ്റർ റിസൈറ്റൽ, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ സാധാരണ കൂടി വന്ന ഈ ഗാനങ്ങൾ ആലപിക്കുന്ന പതിവുണ്ട്. യേശുക്രിസ്തു ലോകത്തിൽ അവതരിച്ചത് എന്തിനു വേണ്ടി? ഒരു ഉദ്ദേശമുണ്ട്. അവിടെ മനുഷ്യ കുലത്തെ വീണ്ടെടുക്കുന്നതായ ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് അത് നമ്മൾ കാണുന്നുണ്ട്. ആ വീണ്ടെടുപ്പിൻ്റെ സന്ദേശം അത് ലോകത്തിന് നൽകുവാനായിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ശിഷ്യന്മാർ, തന്നോടൊപ്പം ഉണ്ടായിരുന്ന ജനസമൂഹമെല്ലാം ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന സമയത്ത് ക്രൂശിൽ കിടക്കുന്നതായ ദൈവപുത്രനെ കണ്ടുകൊണ്ട് വളരെയധികം വേദനയോട് കൂടെ നിന്നതായ ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ചിലരൊക്കെ ഓടിപ്പോയി. എന്നാൽ ഈ ക്രൂശിന്മേൽ കാണുന്നതാരിത എന്നുള്ളതായ ആ ഒരു ചോദ്യം, ഇവൻ ദൈവപുത്രനാണ് എന്നുള്ളതായ സത്യം, അത് മനസ്സിലാക്കുവാനായിട്ട് വളരെ വൈകി എന്ന് നമ്മൾ കാണുന്നുണ്ട്. യേശു പലപ്പോഴും അത് ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാകാതെ കൂടെ നടന്നതായ സമൂഹമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ക്രൂശിതനായ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ വീണ്ടും ഈ ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ, ശിഷ്യന്മാരുടെ മധ്യത്തിൽ കാണുന്ന ദൈവ സാന്നിധ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീണ്ടെടുപ്പിൻ്റെ ദൈവിക പ്രവർത്തനം പദ്ധതി തുടർന്നു പോകുന്നതായ ഒരു സംഭവമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിലൂടെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം വരുന്നു. എന്നാൽ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് എല്ലാവരെയും ചേർക്കുന്നതായ
കൂട്ടിവരുത്തുന്നതായി വലിയൊരു ശുശ്രൂഷയാണ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത, ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഇടയാകേണ്ടത് ആവശ്യമാണ്. ഈ ഉയർത്തെഴുന്നേറ്റതായ കർത്താവ് പ്രത്യേകിച്ച് പല രീതിയിൽ ശിഷ്യന്മാർ അവരുടെ പ്രത്യക്ഷത അവരുടെ മധ്യത്തിലായിരുന്ന് അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതായ സംഭവങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കല്ലറയ്ക്കൽ ആദ്യം ഓടിച്ചെല്ലുന്നതായ സ്ത്രീകൾ, അവരെ കേൾക്കുന്നതായ ശബ്ദം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർ അന്വേഷകരായിട്ട് അവിടെ ചെല്ലുന്നതായ വേളയിൽ കേൾക്കുന്ന ശബ്ദം നിങ്ങൾ ആരെ തിരയുന്നു എന്നുള്ള ശബ്ദമാണ്. ആരെ തിരയുന്നു എന്നുള്ളതായ ശബ്ദം അവർ കേൾക്കുമ്പോൾ നിങ്ങളുടെ അന്വേഷണം എവിടെ, ആരെയാണ്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം അവരുടെ മനസ്സിലേക്ക് ഉയർത്തിവിടുകയാണ്. യേശുക്രിസ്തു ക്രൂശിതനായി കല്ലറയിൽ അടക്കപ്പെട്ടു. ഇത് ഒരു യാഥാർത്ഥ്യമായിട്ട് കണ്ടതായ സ്ത്രീകളാണ്. എന്നാൽ ഈ കല്ലറയ്ക്കൽ ചെല്ലുമ്പോൾ കേൾക്കുന്ന ശബ്ദം നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഈ ഒരു ചോദ്യം ഇന്നും നമ്മുടെ മധ്യത്തിൽ ഉയരുന്ന ചോദ്യമാണ്. മനുഷ്യർ എല്ലാവരും ഒരു അന്വേഷകരാണ്. പല രീതിയിലുള്ളതായ അന്വേഷണം, അതിൻ്റെ കണ്ടെത്തൽ, അതിനു വേണ്ടിയുള്ളതായ പരിശ്രമം നമ്മൾ നിർവഹിക്കുമ്പോൾ ആരെയാണ് നാം തിരയുന്നത്, ആരെയാണ് അന്വേഷിക്കുന്നത്? ഈ ഒരു ചോദ്യം നമ്മോട് ചോദിക്കുന്നുണ്ട്. അവിടെ യേശുക്രിസ്തു യഥാർത്ഥമായിട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഞാൻ കർത്താവിനെയാണ് അന്വേഷിക്കുന്നത്, ഈ കർത്താവിനെയാണ് ഞാൻ കാണുവാൻ താല്പര്യപ്പെടുന്നത്, കർത്താവിനോടുള്ള ബന്ധത്തിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ധന്യത ഞാൻ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്. ഈ ഒരു അന്വേഷണം ഇന്നും തുടരുന്ന ഒന്നായിട്ട് നമ്മൾ കാണേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും പല രീതിയിൽ പലയിടത്തും അന്വേഷിച്ച് തിരയുന്നതായ മനുഷ്യർ എവിടെയാണ്, എങ്ങനെയാണ് ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നവരാണ്. ഇന്ന് നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ക്രൂശിൽ മരിച്ചതായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനായി നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളതായ ആ സത്യം മനസ്സിലാക്കുവാൻ ഇടയായിത്തീരണം. രണ്ടാമത് അവർക്ക് കേട്ടതായ ശബ്ദം അവനിവിടെ ഇല്ല എന്നുള്ളതാണ്. അവനിവിടെ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ആരെ തിരയുന്നു? നിങ്ങൾ എവിടെയാണ് തിരയുന്നത്? അവനിവിടെ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ തിരച്ചിൽ എവിടെയാണ്? കല്ലറകളിൽ തിരയുന്നതായ, മരണ അവസ്ഥയിൽ തിരയുന്നതായ മനുഷ്യരായിട്ടാണോ നമ്മൾ ഇന്നും ജീവിക്കുന്നത്? ജീവനുള്ളവരെ മരിച്ചവരുടെ അന്വേഷിക്കുന്നത് എന്ത് എന്നുള്ളതായ ചോദ്യം. അവിടെ കല്ലറയിൽ വാസം ചെയ്യുന്ന ഒരു ദൈവപുത്രനല്ല, പിന്നെയോ കല്ലറ അനുഭവത്തെ, മരണ അനുഭവത്തെ അതിജീവിച്ച് ഇന്നും മനുഷ്യമധ്യത്തിലായിരിക്കുന്നതായ ദൈവപുത്രനാണ് എന്നുള്ള സത്യം അവിടെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കല്ലറയിൽ ഒതുക്കി വെക്കാവുന്നതായ ഒരു ദൈവത്തിൻ്റെ രൂപമല്ല യേശുവിൽ നമ്മൾ കാണുന്നത്. അതിനെ അതിജീവിച്ച് സർവ്വപ്രപഞ്ചത്തിൻ്റെയും നാഥനായ ദൈവം അവിടെ എല്ലാവരുടെയും മധ്യത്തിൽ, ഒരു മുറിയിൽ കൂടിയിരുന്നാൽ അവരുടെ മധ്യത്തിലുണ്ട്, യാത്ര ചെയ്താൽ അവരുടെ മധ്യത്തിലുണ്ട്, പ്രവർത്തനത്തിനായിട്ട് കടലിൽ പോയാൽ അവിടെ എത്തുന്നുണ്ട്. ഓരോ രംഗങ്ങളിലും മനുഷ്യമധ്യത്തിലായിരിക്കുന്നതായ ദൈവ സാന്നിധ്യമായിട്ട് യേശുവിനെ കാണുവാൻ സാധിക്കും. അവന് ഇവിടെ ഇല്ല, അവരെല്ലായിടത്തുമാണ്, എല്ലാവരുടെയും കൂടെയുണ്ട്, എല്ലാവരുടെയും മധ്യത്തിലാണ്. ഈ സത്യം തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് യേശുവിനെ തിരയുന്നതായ വ്യക്തികൾ യഥാർത്ഥമായിട്ട് യേശുവിനെ കണ്ടെത്തുവാൻ സാധിക്കുക. അവൻ എവിടെയാണ് എന്നുള്ള ചോദ്യം, എന്നോടൊപ്പമുണ്ട്, അവൻ എൻ്റെ സമീപത്തുണ്ട്. ആ ദൈവത്തെ ദൈവമായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ആ ഒരു പരിപൂർണത കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമായി തീരുന്നത്. ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ യുദ്ധമായാലും സംഘർഷമായാലും വിവിധ രീതിയിൽ മനുഷ്യരെ നശിപ്പിക്കുന്നതായ പ്രവണതകൾ ധാരാളം ഉയരുന്നതായ ഒരു ലോക സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെ മനുഷ്യനെ എങ്ങനെ ഇല്ലാതെയാക്കാം എന്നുള്ളതായ ചിന്ത
ദുഷ്ടശക്തികൾ ധാരാളം, അക്രമങ്ങൾ, അനീതികൾ ധാരാളം വർദ്ധിക്കുന്നതായൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പശ്ചിമേഷ്യയിലായാലും റഷ്യ യുക്രൈൻ പ്രദേശങ്ങളിലായാലും ഭാരതത്തിൻ്റെ നോർത്ത് ഇന്ത്യ പ്രദേശങ്ങളിലായാലും മറ്റ് വിവിധ സ്ഥലങ്ങളിൽ ആ രീതിയിൽ മനുഷ്യർ യാതനയും വേദനയും വിഷമതയും ദുഃഖവും ഒക്കെ പേറുന്നതായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ യേശുക്രിസ്തു വീണ്ടെടുക്കുന്ന ദൈവമായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. ഇങ്ങനെയുള്ളതായ ദുഷ്ടാത്മശക്തികളെ ഇല്ലാതെയാക്കുന്നതായ, മനുഷ്യനെ നശിപ്പിക്കുന്നതായ പ്രവണതകൾ ഇല്ലാതെയാക്കുന്നതായ, അക്രമവാസന ഇല്ലാതെയാക്കുന്നതായ ആ ദൈവത്തിൻ്റെ ഇടപെടൽ മനുഷ്യമധ്യത്തിൽ ഇന്നുമുണ്ട്. അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ്, പുതിയ ജീവൻ സാധ്യമാണ്. ജീവൻ നൽകുന്നതായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് മനുഷ്യർ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ള സാക്ഷ്യം ഇത് ഉദ്ഘോഷിപ്പാനായിട്ട് നമുക്ക് എല്ലായ്പ്പോഴും ഇവിടെ ആയിത്തീരണം. എന്താ ഈ പാഷൻ റിസൈറ്റിൽ ഇവിടെ നമ്മൾ കൊണ്ടാടുമ്പോൾ അത് അവസാനത്തെ പാട്ട് അതാണ്, യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ആ ഒരു മനോഹരമായിട്ടുള്ളതായ പാട്ട് നമ്മൾ പാടുമ്പോൾ ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് നമ്മോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ട്. നിങ്ങൾ ആരെ തിരയുന്നു എന്നുള്ള ചോദ്യവും അവനിവിടെ ഇല്ല എന്നുള്ളതായ സന്ദേശവും ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അന്വേഷണത്തിന് വഴിതിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഒരുമിച്ച് ഇവിടെ ചേർന്ന് വരുവാൻ ഇടയായ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. എല്ലാവരുടെയും സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ്, അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷ നമുക്കെല്ലാവർക്കും ആത്മീക വർധനവിന് സഹായകരമായി തീരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.